So we have colleges coming up, and then universities and schools are coming up. ഇൻസ്റ്റഗ്രാമിൽ നമ്മളൊരു റീച്ച് ചെയ്യുന്നുണ്ട്, മീൻ സോഷ്യൽ മീഡിയ കുറേ കൂടെ ആക്റ്റീവ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഹാഷ്ടാഗ് ഡീക്ലട്ടർ കൊച്ചിയുടെ കൂടെ ഞാൻ ഒന്ന് കണ്ടത് പബ്ലിക്കിനെ ഇൻവോൾവ് ചെയ്ത്, പബ്ലിക് ഇൻവോൾവ് ഡീക്ലട്ടറിങ് ഒരു ആക്ടിവിറ്റി കൂടെ കണ്ടായിരുന്നു. വാട്ട് മോർ വുഡ് യു ലൈക്ക് ടു സേ ഓൺ? സോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഔട്ട്റീച്ച് പ്രോഗ്രാം എന്ന് പറയും. സോ നമ്മൾ സിപ്പറ്റിലെ ഇൻക്യുബേഷൻ സ്റ്റാർട്ടപ്പ് ഇന്ത്യ കാരണം നമ്മൾ കിട്ടിയത് ഇവിടെ നമ്മളിപ്പം രാജഗിരി പോലെ സ്കൂൾസും സിപ്പറ്റിൽ ഓൾറെഡി പഠിക്കുന്ന കുട്ടികളും വേറെ സ്കൂൾസിനും നമ്മളിവിടെ ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാം വെക്കാറുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്റ്റൈനബിലിറ്റി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി എന്താണ് പ്ലാസ്റ്റിക് വേസ്റ്റിന് പല രീതിയിൽ നമ്മൾ ഇന്നോവേഷൻ കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ, ബിക്കോസ് ഈവൻ ഗവൺമെൻറ്റും സസ്റ്റൈനബിലിറ്റി ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മളിവിടെ ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാം വെക്കും. ഒരു 30-45 മിനിറ്റ്സ് എങ്ങനെയാണ് നമ്മളുടെ ഒരു വേസ്റ്റ് കൊണ്ട് ഫർണിച്ചേഴ്സ് ഉണ്ടാക്കുന്ന ഒരു കംപ്ലീറ്റ് പ്രോസസ്സും ഒരു ചെറിയൊരു 15-30 മിനിറ്റ്സ് ഓഫ് ഇൻട്രാക്ഷൻ വിത്ത് സ്റ്റുഡൻസ്, സോ ദാറ്റ് അവർ വീട്ടിൽ പോകുമ്പോൾ ഇന്ന് മമ്മി പാല് മുറിച്ച് ആ പാക്കറ്റ് കളയുന്ന പകരം ആ കൊച്ചു പറയുന്ന മമ്മിയുടെ അടുത്ത്, മമ്മി ഇങ്ങനെയല്ല, ഞാൻ ആദ്യം പാൽ പാക്കറ്റ് കഴുകി കഴിഞ്ഞിട്ട് അത് ഉണക്കാൻ വെക്കണം, രാത്രി നമ്മൾ യൂസ് ചെയ്തിട്ട് അവിടെ വെക്കുക, രാവിലെ ആകുമ്പോൾ അതിനകത്ത് വെള്ളം പോയി കഴിഞ്ഞാൽ ദെൻ ത്രോ ഇറ്റ് ഇൻ റീസൈക്ലിംഗ് മെറ്റീരിയൽ. അതാണ് പ്രോപ്പർ പ്രോസസ്സ്. പക്ഷെ നമ്മളിപ്പം ചെയ്യുന്ന എന്താ, പാല് മുറിച്ചു, അതെടുത്തിട്ട് ചുരുട്ടി എവിടെയെങ്കിലും അപ്പുറത്തിട്ടു. സോ അത് പ്രോസസ്സ് മാറണമെങ്കിൽ ഞാനൊരു 40 വയസ്സോ 50 വയസ്സോ ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അബ്സോർബ് ചെയ്യാൻ ഭയങ്കര കുറവായിരിക്കും. പക്ഷെ ഞാൻ അവരുടെ കുട്ടികളുടെ അടുത്ത് പറയുമ്പോൾ ആ കുട്ടികൾ പ്രവർത്തിക്കാൻ ഭയങ്കര മുമ്പോട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങളുടെയും ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ ക്ലീനപ്സും കാര്യങ്ങളും കമ്മ്യൂണിറ്റി ബേസിസ് നമ്മൾ ക്ലീനപ്പ് ചെയ്യുമ്പോൾ സ്പെസിഫിക്കലി സ്കൂൾ സ്റ്റുഡൻസ്, സ്പെസിഫിക്കലി കോളേജ് സ്റ്റുഡൻസ്, സ്പെസിഫിക്കലി അങ്ങനത്തെ ഒരു യങ്സ്റ്റേഴ്സിൻ്റെ കൂടെയാണ് നമ്മളുടെ കമ്മ്യൂണിറ്റീസ് ബിൽഡപ്പ് ചെയ്യുന്നത്. ബിക്കോസ് നീ യങ്സ്റ്റേഴ്സ് ആണല്ലോ നാളത്തെ ഒരു വരുന്ന തലമുറയുടെ ഏറ്റവും ഫേസ് വരാൻ പോകുന്നത്. What all incentives have you received so far, like government side ആവാം, and then companies, corporates, what all do you have, what all supports have you got? സോ സ്റ്റാർട്ടപ്പ് ഇപ്പം സ്പെസിഫിക്കലി ഒരു സസ്റ്റൈനബിലിറ്റി ബേസിസിൽ ഒരു സ്റ്റാർട്ടപ്പ് ആര് തുടങ്ങുമ്പോഴും ഒരു ക്ലൈമറ്റ് ബേസിസിൽ ഫോക്കസ് ചെയ്യുമ്പോഴും പല ഗവൺമെൻറ് ഗ്രാൻഡ്സ് ഉണ്ട്. സോ കേരളത്തിൻ്റെ വൺ ഓഫ് ദി ഗ്രാൻഡ്സ് ഞങ്ങൾക്ക് കിട്ടിയത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ രജിസ്റ്റർ ചെയ്യുമ്പോഴാണ്. സോ ദർ ഈസ് ഐഡിയേഷൻ, ഒരു ഐഡിയ ഉണ്ടെങ്കിൽ, ഒരു ഇന്നോവേറ്റീവ് ഐഡിയ ഉണ്ട്, ആരും ചെയ്യണം ഒരു ആഗ്രഹമുണ്ട്, അതിന് ബേസിസ് ഗ്രാൻഡ്സ് ഉണ്ട്. പ്രൊഡക്റ്റ് ബേസിസ് ഗ്രാൻഡ് ഉണ്ട്. നിൻ്റെ ഒരു ഇന്നോവേഷൻ, ഒരു പ്രൊഡക്റ്റ് നിൻ്റെ കയ്യിൽ മനസ്സിലുണ്ട്, റൈറ്റ്, അതൊരു നീ റെൻഡർ ചെയ്തൊരു ഇമേജ് പോലെ എനിത്തിങ്, ഇഫ് അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് വരെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആൻഡ് അതൊരു പ്രൂവൻ സ്റ്റാറ്റിസ്റ്റിക്സ്, ഒരു കേസ് സ്റ്റഡി കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഗ്രാൻഡ് ഉണ്ട്. അത് ആ പ്രൊഡക്റ്റ് അടിപൊളിയായിട്ട് നമ്മളൊരു സ്കെയിൽ ചെയ്യാൻ തുടങ്ങണമെങ്കിൽ, ഒരു മാർക്കറ്റിൽ എത്തിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അത് സ്കെയിലപ്പ് ഗ്രാൻഡ്സ് വരെ ഉണ്ട്. അപ്പോൾ അതാണ് ഈവൻ കേരളം മാത്രമല്ല കേട്ടോ, അക്രോസ് ഇൻ എവറി ഇന്ത്യ ആൻഡ് എവറി സ്റ്റേറ്റ്സ് lot of private bodies, lot of public bodies, they provide grants. Same thing ഇപ്പം ഞങ്ങളുടെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ we have got lot of approach from debt seed funding. അപ്പം KSIDC എന്ന് പറയുമ്പോൾ കേരള സ്റ്റാർട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്, സോ ദേ പ്രൊവൈഡഡ് us ഫണ്ട്. കേരള ഫിനാൻസ് കോർപ്പറേഷൻ അവരുടെ ഫണ്ട്സിന് വേണ്ടി നമ്മൾ എലിജിബിൾ ആയിരുന്നു. സോ ഇങ്ങനത്തെ ഓർഗനൈസേഷൻ ആൾക്കാരെ മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു ഹാവ് ഈവൻ ആൾക്കാരല്ല, എനിവൺ ഹു വാണ്ട്സ് ടു ഡു എ സ്റ്റാർട്ടപ്പ് ടു സോൾവ് എ പ്രോബ്ലം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ട്രഡീഷണൽ ബിസിനസ് അല്ല, ടു സോൾവ് എ പ്രോബ്ലം ഗവൺമെൻറ് സപ്പോർട്ടിങ്. പ്രൈവറ്റ് ബോഡീസ് ഞാൻ പറഞ്ഞ പോലെ ഇനീഷ്യലി നമ്മളുടെ ആദ്യത്തെ ഇപ്പം കൊച്ചി തന്നെ CSML, അതായത് കൊച്ചിൻ സ്മാർട്ട് മിഷൻ, അവരുടെ ഇനീഷ്യലി നമ്മളുടെ ഒരു CSR ഇനീഷ്യേറ്റീവായിട്ട് ദർബാർ ഹാളിൽ പബ്ലിക് ബെഞ്ചസ് നമ്മൾ ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിപ്പം എനിക്ക് തോന്നുന്നു ഇത് 3ാമത്തെ വർഷമാണ്, ഇപ്പോഴും അവിടെ ഉണ്ട്, ഒരു പ്രശ്നമില്ലാണ്ട് ആൾക്കാർക്ക് പോയിരിക്കാം, തൊടാം, ഫീൽ ചെയ്യാം, കണ്ടു കഴിഞ്ഞാൽ ഒരു വുഡിനെ പോലെ തന്നെ പറയുള്ളൂ. സെയിം തിങ് കൊച്ചി മെട്രോ 16 സ്റ്റേഷൻസിൽ, 25 സ്റ്റേഷൻസിൽ 16 സ്റ്റേഷൻസിൽ ഓരോ പ്ലാറ്റ്ഫോമിൽ 10 ബെഞ്ച് വീതം നമ്മൾ ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂർ, കൊച്ചി, ട്രിവാൻഡ്രം എല്ലാ മോൾസിലും, ഈ ജില്ലയിലുള്ള എല്ലാ മോൾസിനും, ലുലു, ഹൈലൈറ്റ് ഗ്രൂപ്പ്, സെൻട്രൽ സ്ക്വയർ, ഓപ്രോൺ, മോൾ ഓഫ് ട്രാവൻകൂർ, മാർക്കറ്റ് സിറ്റി, ഇതെല്ലാം മോൾസിൽ നമ്മളുടെ ബെഞ്ചസ് ജനങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ആ സ്പെസിഫിക് മോൾ ഓണേഴ്സ് ആയാലും മോൾ മാനേജ്മെൻ്റ് ആയാലും അവർക്കൊരു ഉത്തരവാദിത്തം എടുക്കാം, ഞാൻ ഇത്രയും കിലോഗ്രാം പ്ലാസ്റ്റിക് വേസ്റ്റിൻ്റെ ഉത്തരവാദിത്തം ഞാൻ എടുക്കും എന്ന് വരെയാണ് ഈ ഫർണിച്ചേഴ്സ് എൻ്റെ ഇവിടെ ഇരിക്കുന്നത്. സോ അതെല്ലാവർക്കും ഒരു വിൻ വിൻ സിറ്റുവേഷനാണ്, എനിക്കായാലും ഇരിക്കുന്ന ജനങ്ങൾക്കായാലും ആ മോൾ മാനേജ്മെൻറ്റിലായാലും. ആൻഡ്
വി ആർ ട്രൈങ് ടു പ്രൂവ് അങ്ങനെയാണ് സർക്കുലർ എക്കോണമി വി ആർ ട്രൈങ് ടു പ്രൂവ് ദാറ്റ്. You've told about hashtag declutter Kochi എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. Now you are going to cleaning Kerala എന്നൊരു ലെവൽ വരെ ഒരു വൈഡ് സ്കെയിലിൽ എത്തിയിട്ടുണ്ട്. We need some numbers here. Recycling process, how far have you, what ഒരു നമ്പർ പറയുവാണെങ്കിൽ? യെസ്, സോ ഇപ്പം ഈ വർഷം അപ്രോക്സിമേറ്റ്ലി 12 ടൺ കിലോഗ്രാം പ്ലാസ്റ്റിക് വേസ്റ്റിൻ്റെ പ്രൊജക്ഷനാണ് നമ്മളിത് കൺവേർട്ട് ചെയ്ത് ഓൺ ഫേർണിച്ചർ ബേസിസ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം തന്നെ ഓൾമോസ്റ്റ് 9 to 10 ടൺ ആയി. സോ 2 ടൺ to 5 ടൺ to 9 to 10 ഇനി 12 ടണ്ണാണ് നമ്മൾ ഇയർ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ലാർജ് ഇമ്പാക്റ്റിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് കേരളം മാത്രമല്ല ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ ചെന്നൈയിലോട്ട് മൂവ് ചെയ്യാണ്, നമ്മൾ ബാംഗ്ലൂരിലോട്ട് ഓൾറെഡി മൂവ് ആയി കഴിഞ്ഞു. വൺ ഓഫ് ലുലു ബാംഗ്ലൂർ, ലുലു വൺ ഓഫ് ദി സപ്പോർട്ടീവ് മോൾസ് ആണ്. ബിക്കോസ് ലുലു അറിയാം യൂസഫ് അലി നമ്മളുടെ കേരളത്തിൽ തന്നെ. അപ്പോൾ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു വ്യക്തി സസ്റ്റൈനബിലിറ്റീനെ പ്രൊമോട്ട് ചെയ്യില്ലാണ്. ആൻഡ് ഐ ക്യാൻ പ്രൗഡ്ലി സേ ലുലു മോൾ വാസ് ദി ഫസ്റ്റ് മോൾ ഇൻ ഇന്ത്യ ഹൂ പുട്ട് ബെഞ്ചസ് ഫോർ പബ്ലിക് ഔട്ട് ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റ്, ലുലു ട്രിവാൻഡ്രം. അപ്പോൾ അവർക്ക് നമ്മളുടെ ഭാഗത്ത് നന്ദിയുണ്ട്. അപ്പോൾ ആ ബേസിസ് തന്നെ എവ്രി വൺ ഈസ് ടേക്കിംഗ് എക്സാമ്പിൾ. സോ ചെന്നൈയിലും ബാംഗ്ലൂരിലും ഇപ്പം ഡിഫറെൻറ്റ്, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ അടുത്ത ഒരു വർഷത്തിൽ നമ്മുടെ പ്ലാൻ ഇതായിരിക്കും, എല്ലാ മോൾസിൽ നമ്മളുടെ ഫേർണിച്ചേഴ്സ് കാണും. ഈ ഒരു ക്ലീൻ ടെക് സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു ടീം ഓഫ് മെമ്പേഴ്സ് കാണും. സോ അവരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? സോ ഇത് ഒരു ചെറിയ ടീമാണ്. അത്രയും നമ്മളൊരു കോർപ്പറേറ്റ് ലെവലിൽ ചിന്തിക്കാൻ പറ്റുന്നൊരു ടീം നമ്മൾ ചെയ്തിട്ടില്ല. ആസ് എ പ്രൊമോട്ടർ രീതിയിൽ ഞാൻ, സൂരജ് സർ, അതുപോലെ തന്നെ സിദ്ധാർത്ഥാണ്. ഞാൻ സ്പെസിഫിക്കലി ബിസിനസ് ഗ്രോത്ത് എക്സ്പാൻഷൻ ഭാഗത്താണ് നോക്കുന്നത്, ബിക്കോസ് എൻ്റെ എക്സ്പെർട്ടൈസ് അതിലായിരുന്നു. സിദ്ധാർത്ഥ് കംപ്ലീറ്റ്ലി നോക്കുന്നത് ആസ് എ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ്, അതിൻ്റെ മാർക്കറ്റിയർ, അതായിട്ടാണ് സിദ്ധാർത്ഥ് ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് ദെൻ സൂരജ് സർ കംപ്ലീറ്റ്ലി നോക്കുന്നത് R&D, ബിക്കോസ് ഹീ ഈസ് എ പോളിമർ എഞ്ചിനീയർ ഫുള്ളി. അതാണ് കമ്പോസിഷൻ കാര്യങ്ങളും R&D കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ബൈ സൂരജ് സർ. ദെൻ വി ഹാവ് എ ടീം ഓഫ് ഫിനാൻസ്, ഓപ്പറേഷൻ ടീം, നമ്മളുടെ മാർക്കറ്റിംഗ് ടീമിന് UI UXും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയും ആണ് കംപ്ലീറ്റ്ലി ഒരു 8 ടീമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്നത്. വാട്ട് ഓൾ പ്രോമിനന്റ് അച്ചീവ്മെന്റ്സ് സോ ഫാർ ഹാവ് യു ഗെയിൻഡ്? സോ റീസെൻ്റ്ലി ഇപ്പം നമ്മൾ ഇന്ത്യൻ എക്സ്പ്രസ് ആയാലും നമ്മൾ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. വൺ ഓഫ് ദി സ്റ്റാർട്ടപ്സ് ഇൻ കേരള ഹു ഇസ് പ്രൊമോട്ടിങ് സസ്റ്റൈനബിലിറ്റി ത്രൂ ഫേർണിച്ചേഴ്സ്, ബെറ്റർ ഇന്ത്യ പോലത്തെ കമ്പനീസ്. വി വെയർ given in the last year Kerala Startup Mission one of the innovative startups doing in sustainability, right? Because recycling ഇല്ലെങ്കിൽ പ്രോപ്പർ റീസൈക്ലിംഗ് കമ്പനി അല്ല, ഒരു സർക്കുലർ എക്കോണമി ഫോക്കസ് ചെയ്ത് ഒരു ബ്രിഡ്ജ് ആണ് നമ്മൾ ഒരു റീസൈക്ലേഴ്സിന് തമ്മിലും ഒരു നമ്മൾ ജനങ്ങളുടെ തമ്മിലുള്ള, അങ്ങനെയാണ് നമ്മളും വിളിക്കുന്ന ഒരു ക്ലീൻ ആണെങ്കിൽ, ഒരു ക്ലൈമറ്റ് ബേസ്ഡ് ഓർഗനൈസേഷൻ ആണെങ്കിൽ. ഒരു B2B ഓറിയൻറ്റഡ് വർക്കായിട്ടാണ് പോകുന്നത്. വൈ നോട്ട് ഫോക്കസ് ഓൺ ദി ഇൻഡിവിജ്വൽസിനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു? സോ B2B എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ B2B ആണ് ഏറ്റവും കൂടുതൽ ജനറേറ്റ് ചെയ്യുന്ന പ്ലാസ്റ്റിക് വേസ്റ്റ്. സോ ഇനീഷ്യലി ഓൺ എ ബിസിനസ് പെർസ്പെക്റ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് മാർക്കറ്റ്, ഇപ്പം എൻ്റെ സ്പെസിഫിക് ഒരു മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ B2B എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എത്രത്തോളമാണ് അബ്സോർപ്ഷൻ ഓഫ് മൈ ഫേർണിച്ചേഴ്സ്, റൈറ്റ്? അവർക്ക് അവരുടെ ഭാഗത്ത് നിന്ന് അവരാണ് എൻ്റെ ഏർലി അഡോപ്റ്റേഴ്സ്. ഏർലി അഡോപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ 80% നിൻ്റെ തെറ്റുകൾ പറഞ്ഞു തരാൻ ഇല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഓർഗനൈസേഷൻ, പ്ലസ് ഒരു ബൾക്ക് രീതിയിൽ നമ്മൾ കൊടുക്കാനും. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ KMRL 160 ബെഞ്ചസിൻ്റെ അക്കൗണ്ടബിലിറ്റി എടുക്കുന്നുണ്ടെങ്കിൽ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 1700 മുതൽ 2000 കിലോഗ്രാം ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റുകളാണ്. ദാറ്റ് ഈസ് എ ബൾക്ക് റെസ്പോൺസിബിലിറ്റി, ബൾക്ക് ഓർഡർ. അതേപോലെ തന്നെ നമ്മളുടെ മോൾസ് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽസ് ഒരു സമയം കഴിഞ്ഞിട്ട് വി ആർ ദർ, ഇറ്റ്സ് നോട്ട് ദർ. ഇനീഷ്യലി ഒരു 1-2 years നമ്മളുടെ സ്പെസിഫിക്കലി ഒരു B2B ചാനൽസിലായിരിക്കും, ബിക്കോസ് അവരുടെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് പ്രശ്നം, എന്തൊക്കെയാണ് പ്രോബ്ലംസ്. നമ്മളുടെ R&D, ആ കപ്പാസിറ്റി, ആ എക്സ്പാൻഷൻ നമ്മൾ ചെയ്യുന്ന മുമ്പ് ദിസ് ഈസ് ദി ഇനീഷ്യൽ ഐഡിയേഷൻ ദാറ്റ് വി ആർ ലുക്കിംഗ്. റവന്യൂ ടേംസ് നോക്കുകയാണെങ്കിൽ യു സ്റ്റാർട്ടഡ് ഫ്രോം 2022 സ്റ്റാർട്ടിൽ ഇറ്റ് വാസ് ഓൾമോസ്റ്റ് അറൌണ്ട് 69,000 ടു നൗ 2024-25 ആകുമ്പോൾ ഓൾമോസ്റ്റ് 5 crore റവന്യൂവിലാണ് നിൽക്കുന്നത്. സോ ഐ കൻ സേ യു സ്റ്റാർട്ടഡ് ആസ് എ സ്മോൾ ഡ്രോപ്പ് ഇൻ ദി ഓഷൻ, ബട്ട് നൗ യു ആർ ജനറേറ്റിംഗ് മോർ വേവ്സ്. സോ വാട്ട് യു ഗോട്ട് ടു സേ ഓൺ ദാറ്റ്? തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ അറ്റ് ദിസ് പ്രസന്റ് മൂമെന്റ് വാട്ട് യു ഗോട്ട് ടു സേ? 2022-23 69,000 നമ്മൾ CSML ഒരു CSR പ്രൊജക്റ്റ് ആയിരുന്നു. പക്ഷേ
അത് 69,000 രൂപ അവിടെ നമുക്ക് റവന്യൂ ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 10 ലക്ഷം രൂപ ചിലവായിട്ടുണ്ട് പുറകിൽ നിന്ന്. സോ ഇറ്റ് വാസ് ബേസിക്കലി ലോസ്. പ്രോഫിറ്റബിൾ നമ്മൾ അടുത്ത വർഷം ആയതും ഒരു 39 lakhs വിത്ത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 29% ഓഫ് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ ആണ് കഴിഞ്ഞ വർഷം നമ്മൾ ക്ലോസ് ചെയ്തത്. ഇതിന്റെ മെയിൻ അച്ചീവ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ യൂണിക്കോൺസ് നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. യൂണിക്കോൺസ് കമ്പനീസ്, $1 billion കമ്പനീസ് പലതുണ്ട്. സ്കെയിൽ ഗ്രോത്ത് ഭയങ്കര ഫാസ്റ്റായിട്ട് ചെയ്യുന്നത്. പക്ഷെ ദർ ഇസ് അനദർ ഒരു ട്രെൻഡ് വരുന്നുണ്ട്, കോക്രോച്ച് കമ്പനീസ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ കോവിഡ് വന്നാലും നാളെ എത്ര ഡൗൺഫോൾ ആയാലും അപ്ഫോൾ ആയാലും ഹു ക്യാൻ സസ്റ്റെയിൻ ഇറ്റ്. കോക്രോച്ച് നമുക്കറിയാലോ, ഒരു അറ്റോമിക് ബോംബ് വന്നാലും ദേ ക്യാൻ സസ്റ്റെയിൻ ഇറ്റ്. സോ വി ആർ ട്രൈങ് ടു ദാറ്റ്. ഒരു സസ്റ്റൈനബിൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഒരു സസ്റ്റൈനബിൾ ബിസിനസ്സിലും ഫോക്കസ് ചെയ്യണം. ബിക്കോസ് എൻഡ് ഓഫ് ദ ഡേ ഗ്രോത്ത് വേണം, സ്കേലബിലിറ്റി വേണം. അതിനകത്ത് ഞാൻ ഒട്ടും ഡിനൈ ചെയ്യുന്നില്ല. പക്ഷേ ആരുടെ അടുത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഞാൻ പൈസ എടുക്കുവാണെങ്കിൽ എവറി വൺ വാണ്ട്സ് എ പ്രോഫിറ്റ്. സോ ഇനീഷ്യലി അവർ ഫോക്കസ് ഓൺ എ പ്രോഫിറ്റ്. ഒരു സസ്റ്റൈനബിൾ ആയിട്ട് പോവാം. എനിക്ക് നാളെ 5 വർഷം ഗ്രോത്തും സ്കെയിൽ ചെയ്തിട്ട് ക്യാഷ് ബേൺ ചെയ്തിട്ട് എനിക്ക് അതേപോലെ താഴോട്ട് പോകേണ്ട ആവശ്യമില്ല. ബിക്കോസ് വി നോ ഇപ്പോഴും നമ്മളുടെ ഫർണിച്ചേഴ്സിലായാലും ഇപ്പോഴും നമ്മളുടെ ബിസിനസ് മോഡലിലായാലും നമ്മൾ R&D ചെയ്യുന്നുണ്ട്, നമ്മൾ പിവോട്ട് ചെയ്യുന്നുണ്ട്. ഏത് രീതിയിലാണ് എങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ആൻഡ് വി ഹാവ് വെരി വണ്ടർഫുൾ ഫിനാൻസ് മാനേജർ വിത്ത് അസ്. ബിക്കോസ് ഏത് സ്റ്റാർട്ടപ്പ് ഇപ്പം കേരളത്തിൽ തന്നെ ഓൾമോസ്റ്റ് 5,000 അബവ് സ്റ്റാർട്ടപ്പുകളുണ്ട്. എത്രയോ സ്റ്റാർട്ടപ്സ് 3 years മാക്സിമം ആണ് അവരുടെ ലൈഫ് ടൈം. ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ 3-4 വർഷത്തിനുള്ളിൽ either will grow or it will close. സോ അത് വരാണ്ടിരിക്കാൻ വേണ്ടി യുവർ ഫിനാൻസ് ഇനീഷ്യലി ഷുഡ് ബി വെരി ബെറ്റർ. അപ്പോൾ വണ്ടർഫുൾ ഫിനാൻസ് മാനേജർ നമ്മളുടെ കൂടെ ഉണ്ട്. സോ അത് കാരണം എനിക്കൊരു ഡയറക്ഷനുണ്ട്. ഞാൻ എൻ്റെ പൈസ വേറെ ഒരാളുടെ അടുത്ത് നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സിന് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് നിന്ന് അക്കൗണ്ടബിലിറ്റി ആണ്. എവിടെയാണ് ഞാൻ ആ പൈസ യൂസ് ചെയ്യേണ്ടത്, എൻ്റെ ഓരോ റവന്യൂ വരുന്നത് അത് ഏത് എക്സ്പെൻസസിലോട്ടാണ് ഞാൻ ബില്ല് ചെയ്യേണ്ടത്. ഇത് കംപ്ലീറ്റ് ക്ലാരിറ്റി ത്രൂ ആണ് ആസ് എൻ ഓർഗനൈസേഷൻ നമ്മൾ പോകുന്നത്. എവിടൊക്കെ സസ്റ്റൈനബിലിറ്റി എന്നൊരു വാക്ക് സർ ഉപയോഗിച്ചിട്ടുണ്ടോ, അറ്റ് ദ സെയിം ടൈം ഒരുപാട് പ്രാവശ്യം യു യൂസ് ദ വേർഡ് അക്കൗണ്ടബിലിറ്റി. സോ ഒരു പ്രോഫിറ്റിനേക്കാൾ ഉപരി യു ആർ ടേക്കിംഗ് ദാറ്റ് റെസ്പോൺസിബിലിറ്റി. സോ ഞാൻ ചോദിക്കുന്നത്, the world is now in a climate crisis and everything is at a crisis, everything is uncertain. But recently നോക്കുവാണെങ്കിൽ ഡീപ് സീ ക്രീച്ചേഴ്സ് ഇപ്പോൾ സർഫസിലേക്ക് വന്നു എന്ന് പറയുന്നത് എവറിത്തിങ് ഇസ് അൺസർട്ടൻ. സോ അങ്ങനെ ഒരു ഇത് നോക്കുമ്പോൾ ഫ്യൂച്ചർ പ്രോസ്പെക്ട് മോർ ദാൻ ബിസിനസ്സിനേക്കാളും ഫ്യൂച്ചർ പ്രോസ്പെക്റ്റിൽ ഈ സസ്റ്റൈനബിലിറ്റി ഇഷ്യൂ നമ്മുടെ സ്റ്റാർട്ടപ്പുമായിട്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, ആൻഡ് വാട്ട് ആർ യുവർ കൺസേൺസ്? സോ ഞങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 1% ഒരു ചേഞ്ച് മേക്കർ എനിക്ക് തോന്നുന്നു അടുത്ത 10 വർഷമാകുമ്പോൾ 5 വർഷമാകുമ്പോഴും ആവാൻ പോകുന്നത്. 1%. ഇപ്പം ഈ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴും ഏറ്റവും ഇമ്പോർട്ടൻ്റ് എൻ്റെ മനസ്സിൽ വരുന്നതും ഇനി ആൾക്കാരോട്, ഈ കാണുന്ന ആൾക്കാരോട് പറയാനുള്ളതും, സസ്റ്റൈനബിലിറ്റി പോയിന്റ് ഫാക്ടർ വെച്ചിട്ട് പല സ്റ്റാർട്ടപ്സും വരണം. എനിക്ക് മാത്രമായിട്ട് ലോകത്തിൽ സൊല്യൂഷനോ മാറ്റാൻ പറ്റത്തില്ല. വി വിൽ ട്രൈ ടു ഡു ഇറ്റ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് അത് ആ ബേസിസിലാണ് 8 എംപ്ലോയീസും ഇനി വരാൻ പോകുന്ന 10-20 എംപ്ലോയീസ് ആയാലും 100 എംപ്ലോയീസ് ആയാലും നമ്മുടെ കോർ വിഷനിൽ ഫോക്കസ് ആക്കി ലെസ് ട്രാഷ്. പ്ലാസ്റ്റിക് വന്നോട്ടെ, പ്ലാസ്റ്റിക് പ്രൊഡക്ഷൻ നടക്കട്ടെ. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്ക് ആണെങ്കിലും കണ്ണാടി ആയാലും ഈ ബട്ടൺസ് ആയാലും പ്ലാസ്റ്റിക് ആണ്. വി കനോട്ട് അവോയ്ഡ് പ്ലാസ്റ്റിക്. ഇപ്പം സൂരജ് സാറും നമ്മളുടെ വൺ ഓഫ് ദി പോളിമർ എഞ്ചിനീയർ പറയുന്നത് പ്ലാസ്റ്റിക് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഇന്നോവേഷൻ ദ വേൾഡ് ഹാസ് സീൻ. റൈറ്റ്? ഒരു പെട്രോളത്തിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്. അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. പല ആൾക്കാർ ക്ലൈമറ്റ് ആക്ടിവിസ്റ്റ് പ്ലാസ്റ്റിക് നിരോധിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവരുടെ വാച്ചോ അവരുടെ ഡ്രസ്സിൽ ഏതെങ്കിലും ബട്ടണോ നോക്കിക്കഴിഞ്ഞാൽ അത് പ്ലാസ്റ്റിക് ആയിരിക്കുള്ളൂ. ഷർട്ട് ഊരിയിട്ട് അവരോട് പറയാൻ പറ്റത്തില്ലല്ലോ എന്നാൽ നടക്കുക. അവർ യൂസ് ചെയ്യും. പക്ഷേ ദ പോയിന്റ് ഈസ് വി ഷുഡ് ബി അക്കൗണ്ടബിൾ, വി ഷുഡ് ബി റെസ്പോൺസിബിൾ. അവിടെയാണ് വരുന്നത് ഡിഫറൻസ്. ഗോ ടു യൂറോപ്പ്, ഗോ ടു നെതർലാൻഡ്സ്, ഗോ ടു സ്വീഡൻ. അവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്പെസിഫിക്കലി യു ക്യാൻ സീ ഡസ്റ്റ്ബിൻസ്, സെഗ്രിഗേറ്റഡ് ടൈപ്പ് ഓഫ് ഡസ്റ്റ്ബിൻസ്. ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസ്, വെറ്റ് വേസ്റ്റ് ആണെങ്കിൽ വെസ്റ്റ്, റീസൈക്കിൾ വേസ്റ്റ് ആണെങ്കിൽ വേസ്റ്റ്. എത്രയുണ്ട് ഇന്ത്യയിൽ? എത്ര പബ്ലിക് ഡസ്റ്റ്ബിൻ കാരണമുണ്ട്? കൊച്ചിയിൽ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. സോ റെസ്പോൺസിബിലിറ്റി സെയിം തിങ്. വീട്ടിൽ തന്നെ ആയാലും എത്ര വീടുകളിലുണ്ടാവും വെറ്റ് വേസ്റ്റും ഡ്രൈ വേസ്റ്റിൻ്റെ ഒരു സെപ്പറേറ്റ് സെഗ്രിഗേഷൻ? ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ വീട്ടിലും ഉണ്ടായിരുന്നില്ല. അത് ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തു. ബിക്കോസ് നമ്മൾ ഒരു സ്റ്റാർട്ടപ്പ് റൺ ചെയ്യുമ്പോൾ, ആൻഡ് ടു ബി ഫ്രാങ്ക്, ഇപ്പം എൻ്റെ 8 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ 8 എംപ്ലോയീസിൻ്റെ വീട്ടിൽ നമ്മൾ അതൊരു പറഞ്ഞേക്കുവാണ്, യു ഷുഡ് ഓൾസോ സ്റ്റാർട്ട്. ബിക്കോസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്താണ് വാല്യൂ കൊടുക്കാൻ പോകുന്നത് അടുത്ത ആൾക്ക്? സോ ദാറ്റ് ഈസ് ദ പോയിന്റ്.
ബിക്കോസ് സ്റ്റാർട്ടപ്സും ഇനി ക്ലൈമറ്റ് ഓറിയൻറ്റഡ്, ലെറ്റ്സ് എ ക്ലീൻ ടെക് ആണെങ്കിലും പ്ലാസ്റ്റിക് ഇസ് വൺ ഓഫ് ദ സൊല്യൂഷൻ. എയർ ക്വാളിറ്റി, വാട്ടർ, സോയിൽ, അഗ്രികൾച്ചർ എല്ലാം ഒരു ക്ലൈമറ്റിൻ്റെ ബേസിലാണ്, ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ബേസിസിലാണ് വരുന്നത്. അപ്പോൾ ഇറ്റ്സ് എ സർക്കുലർ 14 ESG ഗോൾസ് വൺ ഓഫ് ദി ആണ് നമ്മൾ ട്രൈ ടു പ്രൂവ് ചെയ്യുന്നത്. സോ ഇനിയും സ്റ്റാർട്ടപ്സ് വരണം. ഈ AI ആർട്ടിഫിഷ്യൽ ഇതിനകത്തും ഇടാം. നാളെ എനിക്ക് തോന്നുന്നു അടുത്ത 5 വർഷം ആകുമ്പോൾ വെറും ഫർണിച്ചർ മാത്രമായിരിക്കില്ല. എനിക്കറിയില്ല ഫർണിച്ചർ സ്കെയിലപ്പ് ചെയ്യാൻ പറ്റുമെന്ന്. ചെയ്തില്ലെങ്കിൽ വി വിൽ തിങ്ക് ഹൗ സെയിം വാല്യൂ പ്രൊപ്പോസിഷനിൽ ഐ ക്യാൻ ബിൽഡ് സംതിങ് എൽസ്. പ്രോബബ്ലി ഒരു AI ബേസിസിലായിരിക്കും, പക്ഷേ ഇറ്റ് വിൽ ബി ഓൺ ദ ബേസിസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. To sum up, change starts at an individual level and then it has to be spread to others. So നമ്മളെ വളർന്നു വരുന്ന ഫ്യൂച്ചർ ജനറേഷനോട് ഒരു മെസ്സേജ് പോലെ what would you like to say? ദാറ്റ്സ് ഫ്യൂച്ചർ ജനറേഷൻ. ഇപ്പം നമുക്കറിയാം പല ന്യൂസുകളും കാണുന്നത് നമ്മളെ ലൈറ്റ് കൊല്ലുന്നു, ലൈറ്റ് ജെൻസിന്ന് മാറി ഇപ്പം ആൽഫയിലോട്ട് പോകുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു കുറേ ബാഡ് ഇമ്പാക്റ്റ് ആണ് ഈവൻ സോഷ്യൽ മീഡിയ ത്രൂ ജെൻസി അല്ലെങ്കിൽ ലെറ്റ്സ് ആൽഫ എന്നൊക്കെ കാണിക്കുന്നത്. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് സോ. ബിക്കോസ് ഒരു കണ്ടന്റ് ക്രിയേറ്റർ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു 10 വയസ്സുള്ളവൻ അല്ലെങ്കിൽ 15 വയസ്സുള്ളവൻ ഒരു 10 വീഡിയോ അല്ലെങ്കിൽ 100 വീഡിയോ കൺസിസ്റ്റൻസി ഉണ്ടാക്കിയിട്ട് 10K ഫോളോവേഴ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഐ ടെൽ യു, എനിക്ക് തോന്നുന്നു അത് ഒരു കമ്പനിയിൽ ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഫോക്കസ് ചെയ്യുന്ന ഒരു സ്പെസിഫിക് പേഴ്സൺ സ്ട്രഗിൾ ചെയ്ത് എത്തുന്ന ഒരു കാര്യമാണ് ആ പയ്യൻ 10ാം ക്ലാസ്സിലെ പയ്യൻ അല്ലെങ്കിൽ +2 പഠിക്കുന്ന ചെയ്യൻ ചെയ്തത്. റൈറ്റ്? സോ ഫോക്കസ്ഡ് ആണ് അവർ, ഫോക്കസ്ഡ് ആണ്. എനിക്ക് തോന്നുന്നു അവരുടെ എൻവയൺമെൻ്റ് ആണ് ഒരു ചേഞ്ചിങ് പാറ്റേൺ അല്ലെങ്കിൽ അവരുടെ എൻവയൺമെൻ്റ് ആണ് അവർ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. പക്ഷേ ഐ സ്റ്റിൽ ബിലീവ്, ഇപ്പം ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായി ഇപ്പോൾ കുറേ പുതിയ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് AI ഏജൻസിൽ വർക്ക് ചെയ്യുന്നു, കുറേ പേര് സസ്റ്റൈനബിലിറ്റി വർക്ക് ചെയ്യുന്നു. ഐ ഹവ് മെറ്റ് ദം ലോട്ട്. India is in safe hands and India is going to give everything to them. ഞാൻ ഈവൻ ജനങ്ങളോട് നമ്മൾ പുതിയ പിള്ളേർ +2 കഴിഞ്ഞ് കാനഡ ഫോക്കസ് ചെയ്യുന്നു, ജർമ്മനി ഫോക്കസ് ചെയ്യുന്നു, UK ഫോക്കസ് ചെയ്യുന്നു, പോകേണ്ട ആവശ്യമില്ല. ഇന്ത്യ ഈസ് ഗോയിങ് ടു ഗിവ് യു എവറിത്തിങ്. അതാണ് ജനങ്ങളോട് പറയാനുള്ളത്. ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഞാൻ പറഞ്ഞ പോലെ കാണുന്ന പോലെയല്ല. ഞാനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എംപ്ലോയ്മെൻറ്റ് ഞാൻ കൂട്ടുവാണ്. ഞാൻ ഇവിടുന്ന് വിട്ട് UK പോവുകയാണെങ്കിൽ അവനൊരു എംപ്ലോയി പോയി ഇരിക്കുകയാണെങ്കിൽ എൻ്റെ കാരണം എംപ്ലോയ്മെൻറ്റ് വീണ്ടും കുറയാണ്. സോ സ്റ്റേ ഹിയർ. ഞാൻ അതേ പറയുള്ളൂ. കൂടുതൽ സ്റ്റാർട്ടപ്പിനെ പ്രൊമോട്ട് ചെയ്യാം. റീസെൻ്റ്ലി കേരളത്തിൻ്റെ ഇൻവെസ്റ്റ് കേരള മീറ്റപ്പ് നടത്തായിരുന്നു. പല ഇൻവെസ്റ്റേഴ്സും 30,000 crores, അദാനി 30,000 crores, ഹൈലൈറ്റ് ഗ്രൂപ്പ് 10,000 crores, ഇവരൊക്കെ ഇത്രയൊക്കെയാണ് ഇവർ പ്രോമിസ് ചെയ്തേക്കുന്നത്. ലുലു ഗ്രൂപ്പ് 5,000 crores. They are in, and lot of other companies are trying to invest. So market is getting huge. This is the right opportunity for every people. If you have an idea, just do it. ചെയ്യണോ ചെയ്യണ്ടേ എന്ന് നോക്കിക്കഴിഞ്ഞാൽ യു വിൽ നെവർ ഗോ. ഞാൻ ആസ് എൻ ഇൻഡിവിജ്വൽ സാലറി മാറ്റി വെച്ച് ഫാമിലിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണെങ്കിലും എൻ്റെ ഒരു മിഷൻ എനിക്ക് ലെറ്റ്സ് ഡു ഇറ്റ്. ഈവൻ നമ്മളിപ്പം പ്രോഡക്റ്റ് റിലീസ് ചെയ്യുമ്പോഴും ബെസ്റ്റ് അല്ലെങ്കിലും ലെറ്റ്സ് ഡു ഇറ്റ്. ചെയ്താലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. സോ ആ മോട്ടിവേഷൻ വെച്ചിട്ടാണ് എവറി പീപ്പിൾ ഷുഡ് ഫോക്കസ് ഓൺ വാട്ട് ദേ ലവ്, listen to themselves and just do it.